ഫഇന്നഹു യഅ്മുറുകും ബിഖൈരിൻ ഔ യൻഹാകും അൻ ശർ. കാരണം അല്ലാഹു നിങ്ങളെ ഒന്നുകിൽ ഒരു നല്ലത് ചെയ്യണമെന്ന് കൽപ്പിക്കുകയോ ഒരു തെറ്റ് ചെയ്യരുത് എന്ന് നിങ്ങളോട് പറയുകയോ ചെയ്യാൻ നിങ്ങളെ പ്രത്യേകമായി അല്ലാഹു വിളിക്കുകയാണ് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന ഹബീബിന്റെ സ്വഹാബി, ഇറാഖിൽ പോയി ദീനിന്റെ ദഅവത്തിന് നേതൃത്വം കൊടുത്ത സ്വഹാബിയാണത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ കാലശേഷം 4 സ്വഹാബിമാർ 4 കേന്ദ്രങ്ങളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് വലിയ വലിയ തർബിയത്ത് കൊടുത്തിട്ടുണ്ട് സ്വഹാബികൾക്ക്, താബിഈങ്ങൾക്ക്. അതിലൊന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇറാഖിൽ, സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവും അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നിവരും മദീനയിൽ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മക്കയിൽ. ഇവിടെ നിന്നാണ് തർബിയത്ത് ഉണ്ടായത്. അവിടെ നിന്നാണ് പ്രഗത്ഭരായ പണ്ഡിതന്മാർ റബീഅ ഇബ്നു ഹുസൈം തങ്ങളെപ്പോലെ, ഇമാം ലൈസിയെ പോലെ, ഹസനുൽ ബസ്രി തങ്ങളെപ്പോലെ പ്രഗത്ഭരായ ആളുകളെ ലോകത്തിന് സമ്മാനിച്ചത് ഈ സ്വഹാബിമാരുടെ ത്യാഗങ്ങളാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ